2 ദിവസം മുമ്പ് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഇന്ത്യൻ ആർമിയുടെ ചീഫ് മനോജ് പാണ്ഡെയും കൂടെ ചേർന്ന് അഡാനി ആംസ് ആൻഡ് ആമിനേഷൻ കോംപ്ലക്സ് അത് ഉദ്ഘാടനം ചെയ്തു. ഇത് ഏകദേശം 4-5 വർഷം മുമ്പ് നടന്ന എഗ്രിമെൻ്റ് ആയിരുന്നു അഡാനിയുമായിട്ട് ഉത്തർപ്രദേശ് സർക്കാർ. കാൺപൂർ എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ് കാൺപൂർ എടുത്തതെന്ന് വെച്ചാൽ സംഭവം വളരെ സ്പെസിഫിക് ആണ്. അതായത് ഇന്ത്യൻ ആംഡ് ഫോഴ്സിൻ്റെ ഫാക്ടറികൾ, അതായത് ഓർഡിനൻസ് ഫാക്ടറി ആണെങ്കിലും ചെറിയ ചെറിയ ഫാക്ടറി ഉൽപ്പാദകരും എല്ലാം ഏറ്റവും കൂടുതലുള്ളത് കാൺപൂരിലാണ്. അതുകൊണ്ടാണ് അവിടെ ഈ ഒരു കോംപ്ലക്സ് പണിയുകയും അത് മനസ്സിലാക്കേണ്ടത് കാൺപൂരും ടു ലക്നൗ ഹൈവേയിലാണ് ഇത് വന്നിരിക്കുന്നത്. അത് ത്രികോണമായിട്ട് കിടക്കുവാണ് ഝാൻസിയും ആഗ്രയുമായിട്ട് ചേർന്ന്. അപ്പം ഇതിന് വലിയ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ആഗ്രയിലും ഝാൻസിയിലും ആണെങ്കിലും ഭോപ്പാലാണെങ്കിലും ഇപ്പം ഇന്ത്യയിലെ ആർമിയുടെ ഒഫൻസീവ് ഫോഴ്സാണ് അവിടെ ഉള്ളത്, അതായത് അറ്റാക്ക് ചെയ്യുന്ന ഫോഴ്സ്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതേപോലെയുള്ള ആമിനേഷൻ്റെ ആവശ്യമുള്ളത്. അപ്പം ചോദിക്കുക, അപ്പം എന്തൊക്കെ ആമിനേഷൻസും ആമിനേഷനുമാണ് ഈ കോംപ്ലക്സിൽ ഉണ്ടാക്കാൻ പോകുന്നത്? അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ചുവടുവെപ്പാണ് 2014, അതായത് മോദി അധികാരത്തിൽ വന്ന ശേഷം ഇത് പ്രൈവറ്റ് സെക്ടറിൽ മാനുഫാക്ചർ ചെയ്യാൻ കൊടുത്തതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പം എൻ്റെ ഫാദർ അദ്ദേഹം ജബൽപൂരിലെ കമറിയ ഓർഡിനൻസ് ഫാക്ടറിയിലെ സിവിലിയൻ ക്ലർക്കായിട്ടാണ് ജോലി തുടങ്ങുന്നത്. അപ്പോൾ അന്ന് മുതൽ ഈ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ എങ്ങനെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ആമിനേഷൻസും അതേപോലെ ഓർഡിനൻസ് ഫാക്ടറി ഇത് പ്രവർത്തനരഹിതം വലുതായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇത് അതുകൊണ്ടാണ് ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് ഇതിനെ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇതിൻ്റെ ലിറ്ററലി ഇതിൻ്റെ ഫേസ് മാറി. അപ്പം എങ്ങനെയുള്ള ഫേസ് ആയിരിക്കും ഇനിയും ഈ കാൺപൂർ ബേസ്ഡ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്? ഇതാണ് നമ്മൾ നോക്കുന്ന ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ത്യ ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ആംസും ആമിനേഷനും ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ്. നമ്മുടെ ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സ്, ഇവർക്കൊക്കെ ഈ സാധനം വേണം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മളിപ്പോൾ ഒരു റൈഫിൾ വാങ്ങി, അതായത് ഇപ്പം 203 നമ്മളിപ്പം മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയ അമേഠിയിൽ റഷ്യയുടെ ഈ ആംസ് മേടിക്കുമ്പോൾ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിലയേക്കാളും കൂടുതലായിരിക്കും ഇതിനകത്ത് ബുള്ളറ്റ്സ്, ഷെൽസ്, മീഡിയം റേഞ്ച്, റോക്കറ്റുകൾ, അങ്ങനെയുള്ള പല സാധനങ്ങളും ഈ തന്നവരുടെ നിന്ന് വാങ്ങാൻ പറ്റുകയുള്ളൂ. കാരണം അതുമായിട്ട് ഇത് യോജിച്ച് പോവുകയുള്ളൂ. ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിനൊരു ചേഞ്ചും മാറ്റവും ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ പ്രൈവറ്റ് സെക്ടറിൽ അഡാനിയിൽ ഈ സംഭവം ഇവിടെ കാൺപൂരിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇന്ത്യ ഹ്യൂജായിട്ട് പുറത്തുനിന്ന് വാങ്ങുകയാണ്. അപ്പോൾ അത് കുറച്ചുകൊണ്ട് വരികയും അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുക. അതിൻ്റെ അകത്തൊരു കണക്ക് ഞാൻ പറയാം. 2014, അതായത് കേന്ദ്ര ഗവൺമെൻറ് ഡിഫൻസ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കണക്കനുസരിച്ചിട്ട് 2014 നമ്മൾ 900 ഏകദേശം 1000 കോടിക്കടുത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിനകത്ത് ഇറ്റലി ഉണ്ട്, UAE ഉണ്ട്, ചില സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളുണ്ട്, ചില ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. 30 രാജ്യം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ രീതിയിലേ പോകുന്നുള്ളൂ. പക്ഷേ അത് മോദി വന്ന ശേഷം ഇത് പ്രൈവറ്റൈസ് ചെയ്തിട്ട് ഗവൺമെൻറ് വലിയ ഇനിഷ്യേറ്റീവ് എടുത്തു. അതിലിപ്പോൾ ഏറ്റവും അടുത്ത ഇടയ്ക്ക്, അതായത് 2 ആഴ്ച മുമ്പാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അവരുടെ ക്ലിയറൻസ് കൊടുക്കുന്നത്. അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റഷ്യൻ ടെക്നോളജിയിലുള്ള ബ്രഹ്മോസ് അത് ഫിലിപ്പൈൻസിന് ഏകദേശം 19,000 കോടി രൂപയ്ക്കാണ് ഡീല് സൈൻ ചെയ്തത്. അത് അവിടെ നേവൽ ഷിപ്പിന് വേണ്ടിയുള്ളതാണ്. അതായത് ഒരു വലിയ ചേഞ്ച് ആയിട്ടങ്ങ് മാറി. ഒരു കാര്യം മനസ്സിലാക്കുക, പല വെപ്പൺസും ആമിനേഷൻസും
യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അധികം രാജ്യങ്ങൾക്ക് വാങ്ങാൻ പറ്റത്തില്ല. വലിയ വിലയാണ് ഈ സംഭവം. പിന്നെ ഡിമാൻഡ് കൂടുമ്പോൾ അതിനനുസരിച്ച് ഇവർ വില കൂട്ടും. അവർക്ക് ഇഷ്ടമുള്ള വിലയാണ് കൂട്ടുന്നത്. അതായത് തേർഡ് വേൾഡ് കൺട്രീസിനും പ്രത്യേകിച്ച് ഈ അറേബ്യൻ കൺട്രീസൊക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഈ യൂറോപ്പിൻ്റെ അമേരിക്കയുടെ ഒക്കെ വെപ്പൺസ് വാങ്ങിയിട്ട് ഇവർക്കത് നേരെ ചൊവ്വേ ഓപ്പറേറ്റ് ചെയ്യാൻ പോലും ഈ പറയുന്ന വെസ്റ്റേൺ കൺട്രീസ് അമേരിക്കയും ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അപ്പം അതിൻ്റെ തെളിവാണ് നമ്മൾ സൗദി അറേബ്യയിൽ കണ്ടത്. ഈ ഹൂത്തികൾ അവിടുന്ന് റോക്കറ്റൊക്കെ ഇപ്പോൾ പാട്രിയോട്ട് മിസൈൽ ഇവർ വെച്ചിട്ടുണ്ട് സൗദിയിൽ പലയിടത്തും. ഇതവർക്ക് നേരെ ചൊവ്വേ ഫങ്ഷൻ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഇത് അവിടെ തന്നെ കറയിൽ കെട്ടി അവിടെ പൊട്ടുക. അപ്പോൾ അവിടെ തന്നെയുള്ള സൗദിയിലെ ആൾക്കാർ മരിച്ചു പോവുക. കാരണം ഇതിൻ്റെ പ്രോഗ്രാമിങ്ങും പരിപാടികളും ഒന്നും ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ സംഭവം. അല്ലാതെ ഒരു സ്വിച്ച് കൊണ്ട് വെച്ചിട്ട് മുട്ടിയാലൊന്നും ഇത് പൊങ്ങുകയും താങ്ങുകയും ചെയ്യത്തൊന്നുമില്ല. എല്ലാം ഇലക്ട്രോണിക് ആണ്, ഓട്ടോമേറ്റഡ് ആണ്, സാറ്റലൈറ്റ് കൺട്രോൾഡ് ആണ്. പക്ഷെ അതിൻ്റെ പുറകിലൊരു മനുഷ്യനുണ്ട്. അതാണ് ഈ ട്രെയിൻഡ് മാൻ പവർ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണ് ഈ സൗദി അറേബ്യയ്ക്കും ഇന്ത്യയുടെ സാധനങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ട്, UAE താല്പര്യമുണ്ട്, ഈജിപ്തിന് താല്പര്യമുണ്ട്, മറ്റ് പല രാജ്യങ്ങൾക്കും ഇന്ത്യയിലുള്ള വെപ്പൺസും എക്യുപ്മെൻസും വാങ്ങാൻ താല്പര്യം, വില കുറച്ച് കിട്ടുകയും ചെയ്യും. കാരണം ഇന്ത്യയിൽ അതേപോലെ മാനുഫാക്ചറിങ് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം അത് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് 900-1000 കോടി ഉണ്ടായിരുന്നുള്ളൂ 2014. ഇപ്പോഴ് 2021 കണക്കനുസരിച്ച് ഇന്ത്യ 13,000 കോടിയുടെ ആംസു ആമിനേഷൻ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ അടുത്ത കാലത്ത് അർമേനിയയ്ക്ക് ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനി സ്വാതി എന്ന് പറഞ്ഞൊരു ടെക്നോളജി കമ്പനി ഉണ്ടാക്കിയ റോക്കറ്റ് ലോഞ്ചറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതവർ സപ്ലൈ തുടങ്ങി. അത് 2 വർഷം കഴിയുമ്പോൾ ആ സപ്ലൈ തീരും. ഇപ്പോൾ വിയറ്റ്നാമിന് പെട്രോളിംഗ് ആംസു ആമിനേഷനുള്ള ബോട്ടുകൾ ഇന്ത്യയിൽ മറ്റൊരു L&T സൈൻ ചെയ്തിട്ടുണ്ട്. ടാറ്റയും പലതും സൈൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് മാസ്സായിട്ടുള്ള ആംസു ആമിനേഷനും ആവശ്യമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ 2025 35,000 കോടിയുടെ എക്സ്പോർട്ടാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അത് ഏകദേശം $5 ലക്ഷം ബില്യൺ. അതോടുകൂടി ഈ സ്റ്റോക്ക്ഹോം ബേസ്ഡ് അവിടുത്തെ ഒരു തിങ്ക് ടാങ്ക്, ഈ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട പീസ് ആൻഡ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട തിങ്ക് ടാങ്ക്, അവരുടെ ഒരു വീക്കിലിയിൽ പറയുന്നത് ഇന്ത്യ 11% ഇമ്പോർട്ട് കുറയ്ക്കും. അപ്പോൾ 11% ഇമ്പോർട്ട് ഇന്ത്യ കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? ഇനി അതാണ് പറയുന്നത്, കാൺപൂരുമായിട്ട് ബന്ധപ്പെട്ടും ഝാൻസി ലക്നൗ റോഡിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവം എന്താണ്? അതായത് അഡാനി കോംപ്ലക്സ്, അവിടെ മിസൈൽ കോംപ്ലക്സും ഉണ്ട്, മിസൈൽ മാനുഫാക്ചറിങ്ങും ഉണ്ട്, ഷോർട്ടും ലോങ്ങും ഉണ്ട്. അപ്പം അതിനകത്ത് ഏകദേശം 4,000 പേർക്ക് ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് കിട്ടും. അപ്പം നിങ്ങൾക്കറിയാം, ഒരു വലിയ കമ്പനി വരുവാണെങ്കിൽ, ഇതേപോലെ ആംസോ ആമിനേഷൻ, അതേപോലെ ഓട്ടോമൊബൈൽ ആർമേഡ് കമ്പനിയൊക്കെ വരുവാണെങ്കിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് വരും. അപ്പം അതെല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനൊരു കമ്പനി അവിടെ വരികയും, അത് കാൺപൂരിൽ വരാനുണ്ടായ കാരണം അവിടെ നേരത്തെ ഇതേപോലെ പല ചെറിയ ചെറിയ കമ്പനികളുണ്ട്. അപ്പം ഈ അഡാനിയുടെ കമ്പനി അവിടെ വരികയാണെങ്കിൽ, അവിടെ ഒരു ഫുൾ ഇതാവുകയാണെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം 6 മുതൽ 7 ലക്ഷം പേർക്ക് അവിടെ തൊഴിൽ ലഭിക്കും. പിന്നെ അതിൻ്റെ അകത്ത് മുഴുവനും സ്റ്റേറ്റ് ഓഫ് ആർട്ടാണ് അതിൻ്റെ ടെക്നോളജി. അതായത് പുതിയ രീതിയിലുള്ള ടെക്നോളജിയാണ്. പഴയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡിഫൻസിൻ്റെ ഓർഡിനൻസ് ഫാക്ടറീസ് സംഭവം മുഴുവനും ഡിസ്മാൻഡിൽ ചെയ്യുകയാണ്. അപ്പം ഇവിടെയാണ് പുതിയ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ്, അതിനകത്ത് പല രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഈ പല ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പലതും ഔട്ട്സോഴ്സ് ചെയ്യുന്ന ടെക്നോളജി കമ്പനികൾക്കാണ്. അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എല്ലാ വർഷവും 100ഓളം പേര് ക്യാമ്പസുകളിൽ നിന്ന് എടുക്കുന്നത് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പുതിയ രീതിയിലുള്ള ഡ്രോൺസ്, മറ്റുള്ള ഫൈറ്റർ, ഏവിയേഷൻ്റെ വേണ്ട ആവശ്യങ്ങൾ. അതായത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് വല്ലാത്തൊരു ചേഞ്ചാണ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതോടുകൂടി ഈ കോംപ്ലക്സ് അവിടെ വരുന്നതോടുകൂടി മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സൗത്ത് ഏഷ്യയിൽ ഏറ്റവും വലിയ ആമിനേഷൻ കോംപ്ലക്സ് വരുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട്
ഏകദേശം 120ഓളം ഇസ്രായേലി കമ്പനികൾ ഇന്ത്യയിലുള്ള പല കമ്പനികളുമായിട്ട് ചേർന്ന് പല എക്യുപ്മെൻറ്റ്സ് ഇന്ത്യയിൽ ഉണ്ടാക്കും. അതായത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്, ഇസ്രായേലിൻ്റെ പല കമ്പനികളും ഇപ്പോൾ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലും പിന്നെ ഇസ്രായേലിലാണ്. ഇസ്രായേലിൽ സ്ഥലമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സംഭവങ്ങൾ മുഴുവനും ഈ പറയുന്ന കാൺപൂർ ആ ബെൽറ്റിലോട്ട് വരും. അതുപോലെ ബൾഗേറിയൻ കമ്പനി ഓൾറെഡി നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ ടെട്ര എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം ആംസും ആമിനേഷനും മാത്രമല്ല, ആമേർഡ് വെഹിക്കിൾ അതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം ഇങ്ങനൊരു വലിയ ചേഞ്ച് ഇന്ത്യ ഈ ഒരു രീതിയിൽ പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കമ്പനികളെല്ലാം വേൾഡ് റേറ്റിങ്ങിലോട്ട് വരണം. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഡിമാൻഡ് കൂടുന്നത്. കാരണം ഇപ്പം പല രാജ്യങ്ങൾക്കും പല ആമിനേഷനും ആംസും ആവശ്യമുണ്ട്. ഇവർക്കൊന്നും അത് ഒരു ഓപ്പൺ ബസാറിൽ പോയിട്ട് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് ബൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് ഭയങ്കര വില കൂടുതലാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് തേർഡ് വേൾഡ് രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾക്കും ഇതേപോലുള്ള ആംസിൻ്റെ കച്ചവടം തുടങ്ങുവാണെങ്കിൽ, അതായത് ഇന്ത്യ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം ഒരു ഗ്ലോബൽ മാറ്റമായിരിക്കും.